back to my channel for the sake of love and peace with an interesting topic. According to me, today I want to talk about love. എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ ഫോർ ദ സേക്ക് ഓഫ് ലവ് ആൻഡ് പീസ് എന്നാണല്ലോ. അപ്പോൾ എനിക്ക് ആ വേർഡാണ് ഏറ്റവും ഇഷ്ടമുള്ള വേർഡ്. അതിനെക്കുറിച്ച് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കണം. ഞാൻ പറയണല്ല, ഞാൻ വായിച്ച കുറച്ച് വേർഡ്സാണ് ലവിനെ കുറിച്ച്. അത് ഞാൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, ഞാൻ വായിക്കാം. ദേ സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, അവർ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്നു, ലവ് ഈസ് കോംപ്ലിക്കേറ്റഡ്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ബട്ട് ലവ് ഈസ് നോട്ട് കോംപ്ലിക്കേറ്റഡ്. പക്ഷെ അദ്ദേഹം പറയാണ് ലവ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡേ അല്ല. പീപ്പിൾ ആർ കോംപ്ലിക്കേറ്റഡ്. ലവ് അല്ല കോംപ്ലിക്കേറ്റഡ്, പീപ്പിളാണ്, ആൾക്കാരാണ് കോംപ്ലിക്കേറ്റഡ്. അല്ലാണ്ട് ലവ് അല്ല. ലവ് എന്ന് പറഞ്ഞ ഫീലിംഗ് അല്ല കോംപ്ലിക്കേറ്റഡ്. ലവ് ഈസ് സിമ്പിൾ. ലവ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇറ്റ് ഈസ് മേക്കിംഗ് 2 cups ഓഫ് കോഫി ഇൻ ദ മോർണിംഗ് ഇൻസ്റ്റെഡ് ഓഫ് 1. അത്രയേ ഉള്ളൂ. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് വേണ്ടി മാത്രം 1 കപ്പ് കോഫി ഉണ്ടാക്കുന്നതിന് പകരം 2 പേർക്ക് വേണ്ടി 2 കപ്പ് കോഫി ഉണ്ടാക്കുക. ദാറ്റ് ഈസ് ലവ്. ഇറ്റ് ഈസ് ടെക്സ്റ്റ് മീ വെൻ യു ഗെറ്റ് ഹോം. ജസ്റ്റ് വീട്ടിലെത്തിക്കഴിയുമ്പോൾ ഞാൻ വീട്ടിലെത്തി എന്നൊരു മെസ്സേജ്. അതാ ആരെയും ഉദ്ദേശിച്ചായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആരാണോ നിങ്ങളെ വീട്ടിലെത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് മെസ്സേജ് ചെയ്യാം, ഞാൻ വീട്ടിലെത്തി. ദെൻ കോൾ മീ വെൻ യു നീഡ് ടു. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എന്നെ വിളിക്കാം. അതും സ്നേഹമാണ്. ആവശ്യമുള്ളപ്പോൾ എന്നെ വിളിക്കാം. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലവ്. ലിസണിങ് വിത്തൗട്ട് സേയിങ് എ വേർഡ്. ഒന്നും പറയാതെ, തിരിച്ച് പറയാതെ, പറയണത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. പറയണത് ജസ്റ്റ് കേട്ടിരിക്കുക. ലിസണിങ്, ദാറ്റ് ഈസ് എൻ ആർട്ട്. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ കേൾക്കാൻ തയ്യാറാകുക. തിരിച്ച് മറുപടി ഒന്നും കൊടുക്കാണ്ട് ജസ്റ്റ് ലിസൺ. ദാറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് ലവ്. It is inventing million reasons just to keep talking even though it is late at night. എത്ര പാതിരാത്രിയാണെങ്കിലും ഒരുപാട് സംസാരിക്കാൻ ഉള്ളതുപോലെ ആവുക. എത്ര പാതിരാത്രിയാണെങ്കിലും എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നതും ദാറ്റ് ഈസ് എ ഫോം ഓഫ് ലവ്. ഇറ്റ് ഈസ് യൂസിങ് see you later inverted commas see you later as a substitute for goodbye. goodbye എന്ന് പറയുന്നതിന് പകരം see you later എന്ന് പറയുക. goodbye എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ പിരിഞ്ഞു പോവുകയാണ്. അതിന് പകരം നമുക്ക് വീണ്ടും കാണാം എന്ന ആ ഒരു ഫ്രേസിൽ കൂടി പോലും നമുക്ക് ലവിനെ കാണാൻ സാധിക്കും. ലൈഫ് ഈസ് എഫേർട്ട്. ലൈഫ് എന്ന് പറയുന്നത് ഒരു എഫേർട്ടാണ്. നമ്മൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യണം. ലൈഫ് എന്ന് പറയുന്നത് വർക്കാണ്, ഒരു എഫേർട്ടാണ്, പരിശ്രമമാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. അത് ഈസി അല്ല. ബട്ട് ഇറ്റ് ഈസിൻറ്റ് ക്വൈറ്റ് ആസ് കോംപ്ലിക്കേറ്റഡ് ആസ് ദേ വോണ്ട് യു ടു ബിലീവ്. പക്ഷേ നിങ്ങൾ പറയണത് പോലെ അതത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ദാറ്റ് ഈസ് നോട്ട് ഈസി ബട്ട് നോട്ട് കോംപ്ലിക്കേറ്റഡ്. It takes effort to love. Okay, so I love all of you who are seeing my videos and all of who around me, related to me, everybody. Okay, thank you for listening. Bye bye.